എന്തായാലും മുഖ്യമന്ത്രിയുടെ സമവായ നിർദ്ദേശത്തിനും വഴങ്ങാതെ PM-ശ്രീ പദ്ധതിയിലെ നിലപാടിൽ പിന്നോട്ടില്ലെന്ന് വ്യക്തമാക്കുകയാണ് വ്യക്തമായും CPI. മുൻപ് പല വിഷയങ്ങളിലും CPM-മായി ഭിന്നിച്ചിട്ടുള്ള CPI അന്നൊന്നും സ്വീകരിക്കാത്ത കടുത്ത സമീപനമാണ് PM-ശ്രീ വിഷയത്തിൽ എടുത്തിരിക്കുന്നത്. മുന്നണിയും മന്ത്രിസഭയും അറിയാതെ ഒപ്പുവെച്ച ധാരണാപത്രം മരവിപ്പിക്കണം എന്ന ഒറ്റ നിലപാടിലാണ് CPI. മുന്നണിയുടെയും പാർട്ടിയുടെയും രാഷ്ട്രീയ നയമാണോ കേന്ദ്ര ഫണ്ടാണോ പ്രധാനമെന്ന ചോദ്യത്തിന് നയം തന്നെയാണ് പ്രധാനമെന്നാണ് നേതൃയോഗങ്ങൾ കൈക്കൊണ്ട തീരുമാനങ്ങളിലൂടെ CPI നൽകുന്ന ഉത്തരം. വർഗീയതയ്ക്കെതിരായ രാഷ്ട്രീയ നിലപാടിൽ വിട്ടുവീഴ്ചയില്ലെന്ന തീരുമാനം മുന്നണിയെ ആകെയും തദ്ദേശ തെരഞ്ഞെടുപ്പിനെ നേരിടുന്ന പാർട്ടിയെ തന്നെയും പ്രതികൂലമായി ബാധിക്കുമെന്നറിഞ്ഞിട്ടും വിട്ടുവീഴ്ച ചെയ്യാൻ CPI ഒരുക്കമല്ല. പാർട്ടിയുടെ വലിപ്പത്തിലല്ല, നിലപാടിന്റെ പൊക്കത്തിലാണ് കാര്യമെന്നാണ് CPI പറയാതെ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ ഇടപെടലിലൂടെ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകുമെന്ന CPM-ന്റെ പ്രതീക്ഷ തകർത്തുകൊണ്ടാണ് മന്ത്രിസഭായോഗം ബഹിഷ്കരിക്കാനുള്ള തീരുമാനത്തിലേക്ക് CPI എത്തിയത്. പദ്ധതിയുടെ ധാരണാപത്രം മരവിപ്പിക്കുകയാണ് വേണ്ടതെന്നാണ് CPI-യുടെ ഉറച്ച നിലപാട്. We cannot succumb to any pressure to accept this policy in some way. Our party has reiterated its position. In this context, our party has expressed its opposition to MOU signed for PM-ശ്രീ. ചർച്ചകൾക്കുള്ള വാതിൽ തുറന്നിട്ടുകൊണ്ടാണ് CPI തങ്ങളുടെ നിലപാട് പ്രഖ്യാപിക്കുന്നത്. മുന്നണിയുടെ രാഷ്ട്രീയം പരിഗണിച്ച് ഫണ്ടിന് പുറകെ പോകുന്നതാണ് തിരിച്ചടിയെന്ന് CPI-ഉം മനസ്സിലാക്കണമെന്നാണ് CPI-യുടെ ആവശ്യം. പാർട്ടിയുടെ പ്രതിഷേധത്തിനൊപ്പം മന്ത്രിമാർ കൂടി മുഖ്യമന്ത്രിയെ അതൃപ്തി അറിയിച്ചതോടെ പ്രതിഷേധത്തിന്റെ ചൂട് തട്ടിത്തുടങ്ങുമെന്നാണ് CPI കരുതുന്നത്. അനുകൂല സമീപനമില്ലെങ്കിൽ മന്ത്രിമാരെ രാജിവെപ്പിച്ച് മന്ത്രിസഭയെ പുറത്തുനിന്ന് പിന്തുണയ്ക്കുന്ന നടപടികളിലേക്ക് CPI നീങ്ങിയേക്കും. ആലപ്പുഴയിൽ നിന്ന് R. ശ്രീജിത്ത്, 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.